ഒടുവിൽ 3 കരാറുകൾ പാലിച്ചാൽ യുദ്ധവിരാമമടക്കമുള്ള വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏറ്റവും ഒടുവിൽ എല്ലാവിധ കരാർ വ്യവസ്ഥയും ലംഘിച്ചുകൊണ്ട് ഒന്നും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും സങ്കീർണമായിരിക്കുന്ന വിഷയമായിട്ട് ഹോർമുസ് കടലും ഇറാനും മാറിയിരിക്കുകയാണ്. കുവൈറ്റിലെ അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ ആക്രമണം നടത്തി. അതോടൊപ്പം തന്നെ മറ്റ് 2 സൈനിക ബേസുകൾക്ക് നേരെയും ആക്രമണം നടത്തിയ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ സ്ഥിരീകരണമില്ല, അത് ഏത് ഭാഗത്താണ് എന്നുള്ളത് അജ്ഞാതമാണ്. അമേരിക്കയുടെ ഡ്രോണുകളും അവ നിരീക്ഷിക്കപ്പെടുന്ന ചില കപ്പലിന് നേരെയും ആക്രമണം നടത്തിയതും ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഹോർമുസിൻ്റെ ഭാഗത്ത് മാത്രമല്ല, അറേബ്യൻ മേഖലയിലും കപ്പൽ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നുള്ളതും അതിനോടനുബന്ധിച്ച് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുകയും ചെയ്തു. ഒരു കപ്പലിന് നേരെ തീപിടുത്തമുണ്ടായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇതോടെ 3 പുതിയ നിർദ്ദേശങ്ങളുമായിട്ട്, പുതിയ നിർദ്ദേശമല്ല, ഒരുപാട് നിർദ്ദേശങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന് പകരമായി അത് വെട്ടിച്ചുരുക്കി 3 ആക്കി ചുരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മൈനുകൾ നീക്കം ചെയ്യുക, അതിന് ഇറാൻ തയ്യാറാകണം. അതാണ് പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്. രണ്ടാമത്തത് സമ്പുഷ്ട യുറേനിയം കൈമാറുക, അല്ലെങ്കിൽ നശിപ്പിക്കാൻ തങ്ങൾക്ക് അനുമതി നൽകുക, അതല്ലെങ്കിൽ തങ്ങൾക്ക് കൈമാറുക. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണം, അവരുടെ കൈവശത്തിൽ ഉണ്ടാവരുത്. മൂന്നാമത്തെ ഹോർമുസിനെ സ്വതന്ത്രമാക്കണം. അതിൽ കപ്പൽ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഇടപെടലുകളും നടത്താൻ വേണ്ടി പാടില്ല. ഇറാൻ സ്വതന്ത്രമായിരിക്കുന്ന വ്യാപാര സമുച്ചയമായിരിക്കുന്ന പാതയായിട്ട് മുൻപ് എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ അംഗീകരിക്കണം എന്ന രീതിയിലുള്ള 3 ഫോർമുലകളാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന് ഇറാൻ്റെ ഭാഗത്തുള്ള മറുപടിയും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. 3-ന് 3 എന്ന തരത്തിലുള്ള മറുപടിയാണ് വന്നത്. അതിൽ $12 ബില്യൺ നഷ്ടപരിഹാരം തങ്ങൾക്ക് നൽകണം. അങ്ങനെ നൽകുന്നില്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ടോൾ പിരിക്കാനുള്ള അനുമതി നൽകണം. തങ്ങളുടെ രാജ്യത്തിനുണ്ടായിരിക്കുന്ന സാമ്പത്തിക തകർച്ചയ്ക്കും വിഷയത്തിനും പ്രശ്നത്തിലും ഇത്രയും പണം ഞങ്ങൾക്ക് പരിഹാരമായിട്ട് നൽകുകയോ, അതല്ലെങ്കിൽ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ചുങ്കം പിരിക്കാനുള്ള അന്താരാഷ്ട്ര അനുമതി, അമേരിക്കയുടെ അനുമതി അല്ല ഉദ്ദേശിച്ചത്, അന്താരാഷ്ട്ര അനുമതി, അതായത് മധ്യസ്ഥർ കൂടി ചേർന്നുകൊണ്ട് ഇറാൻ അതിന് അനുമതി നൽകുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുകയോ വേണം. അടുത്തത് പൂർണ്ണമായിരിക്കുന്ന ഉപരോധം പിൻവലിക്കണം. അത് ഹോർമുസ് കടലിൽ മാത്രമല്ല, രാജ്യത്തിന് നേരെ 1979 ശേഷം അമേരിക്ക നടപ്പിലാക്കിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം ചില ഘട്ടങ്ങളിലൊക്കെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെ കുറഞ്ഞ കാലയളവിൽ മാറ്റും. പിന്നീട് വീണ്ടും ഉപരോധം കൊണ്ടുവരും, വീണ്ടും 1-2 മാസം മാറ്റും, വീണ്ടും ഉപരോധം കൊണ്ടുവരും. ഈ തരത്തിൽ രാജ്യത്തിന് നേരെ നടത്തുന്ന ഒരു യുദ്ധം പോലെയാണ് സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യം അമേരിക്ക ഇറാന് നേരെ ചെയ്യുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഈ 3 അംഗീകരിക്കാൻ വേണ്ടിയിട്ട്, ഇറാൻ മുന്നോട്ട് വെച്ച 3 അംഗീകരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കില്ല. അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന 3 നിർദ്ദേശം പാലിക്കാൻ വേണ്ടി അല്ലെ അംഗീകരിക്കാൻ വേണ്ടി ഇറാനും സാധിക്കില്ല. അങ്ങനെ ആ സമയത്ത് ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ മാറുന്നു എന്നുള്ളതാണ്. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്നുള്ളത് വിലയിരുത്തുന്ന സമയത്ത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് ചില റിപ്പോർട്ടുകൾ പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങൾ മാത്രം ചോർന്നിട്ടുണ്ട്. ബാക്കിയുള്ള പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 10-15% ചോർന്നു, 85% മറ്റുള്ള ഈ ലോകം കേട്ടാൽ ഞെട്ടുന്ന തരത്തിലാണ് ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ഈ സൂക്ഷിപ്പ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആ തരത്തിലാണ് പറഞ്ഞത്. അവിടെ കൈവശത്തിൽ എന്തൊക്കെ ആയുധമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: ബാലിസ്റ്റിക് മിസൈലുകളുടെ വകഭേദങ്ങൾ നിലവിൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അങ്ങനെ പറഞ്ഞു തുടങ്ങുക ഓരോന്ന്. വകഭേദം എന്ന് പറഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈൽ വെച്ചിട്ടാണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത്, നമുക്കറിയാം. എന്നാൽ 1, 2, 3 മോഡലുകൾ മാത്രമാണ് ഈ അമേരിക്ക കണ്ടത്, ഇസ്രായേൽ കണ്ടത്, ലോകം കണ്ടത്. എന്നാൽ വകഭേദങ്ങളായിട്ട് ഡസൻ കണക്കിനുണ്ട് എന്നുള്ള, വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത രൂപത്തിലുമുള്ള, അഥവാ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് വെച്ചാൽ പ്രഹരശേഷി കൂടുതലുള്ളത്, വേഗത കൂടുതലുള്ളത്, കനം കൂടുതലുള്ളത്, ഈ മറ്റുള്ള രാജ്യങ്ങളിലെ രഹസ്യമായിരിക്കുന്ന സംവിധാനത്തിന് കാണാൻ പറ്റാത്തത്, റഡാർ സംവിധാനത്തിനൊക്കെ മറച്ചു വെച്ച് പോകാൻ പറ്റുന്നത്, അങ്ങനെ വകഭേദങ്ങളായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു കൂമ്പാരം തന്നെ, പർവ്വതം പോലെയുള്ള കൂമ്പാരം അവിടെ കൈവശത്തിലുണ്ട് എന്ന് മാത്രമല്ല, വളരെ കൃത്യതയോടുകൂടി അത് ഒളിപ്പിച്ചു വെക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇതാണ് അവർ പറഞ്ഞത്. ബാലിസ്റ്റിക് മിസൈലിൻ്റെ വകഭേദങ്ങൾ, ഭൂഗർഭ മിസൈൽ ശേഖരിക്കപ്പെട്ട ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭൂഗർഭ മിസൈൽ എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ അതിന് വ്യാഖ്യാനം പറയുന്നുണ്ട്. ഒന്ന് സാധാരണ നോർമൽ കണ്ടീഷനുള്ള
ഭൂമിയുടെ അടിഭാഗത്ത് സുരക്ഷിതമായി വെക്കുക. രണ്ടാമത്തത് പർവ്വതങ്ങൾ തുരന്നുകൊണ്ട് അതിൻ്റെ അടിഭാഗത്ത് ആയിട്ട് വെക്കുക. അതിൻ്റെ വിശദീകരണക്കുറിപ്പിൽ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, നാഷണൽ ഹൈവേ പോലുള്ള പ്രദേശങ്ങൾ, എയർപോർട്ട്, ആശുപത്രി, സ്കൂൾ സമുച്ചയങ്ങൾ പോലെയുള്ള പ്രദേശത്തിൻ്റെ അടിഭാഗത്ത് അവർക്ക് ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ സൈനിക തലത്തിൽ മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രഹസ്യ അറകൾ ഉണ്ടാക്കി അത് സൂക്ഷിക്കപ്പെട്ടു. ആ മേൽഭാഗത്ത് 10-15 നില ഉയർന്നു പൊന്തിയാലും അതിലൊരാൾക്ക് പോലും കാണാൻ പറ്റാത്ത വിധമുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചിട്ടുണ്ട്. ഡ്രോൺ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകളെ ഏകോപിപ്പിക്കാൻ അതിനെ ക്രമീകരണം നടത്താനുള്ള സംവിധാനം, അതാണ് സാങ്കേതിക വിദ്യ. ഇത് അവർ കൈവശത്തിലുണ്ട്. അപ്പോൾ ഈ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത മേഖലയിലേക്കും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കും വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്കും അവർക്ക് പറത്താൻ വേണ്ടി സാധിക്കുന്ന സാങ്കേതിക വിദ്യ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, റഡാറിനെ വെട്ടിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ, അത് ബ്രാക്കറ്റിൽ അവർ പറയുന്നത്. ഇലക്ട്രോണിക് യുദ്ധ സംവിധാനം എന്ന് പറഞ്ഞാൽ റഡാറിന് എവിടെയും പിടികൊടുക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ അപ്രതീക്ഷിതമായ രീതിയിൽ ആക്രമണം നടത്തിയിട്ട് നാശം ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനം, ഇത് ഇറാൻ്റെ കൈവശത്തിലുണ്ട്. ക്രൂയിസ് മിസൈലിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട്. അതിൽ കുറഞ്ഞതൊക്കെ നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അത് പൂർവാധികം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും സംവിധാനവും അവർക്കുണ്ട്. ഹൈപ്പർസോണിക് മിസൈലിൻ്റെ കൂമ്പാരം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൂട്ടം മിസൈലുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൻ്റെ എണ്ണത്തിലൊന്നും ഒരു തിട്ടമില്ലാത്ത രീതിയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള അറിവുകൾ. അത് അജ്ഞാതമാണ്. അഥവാ മുമ്പൊക്കെ ഇറാൻ്റെ ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറയും, അത് അഭിമാനമായിട്ട് കൊണ്ടു നടക്കുകയും അത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന പ്രവൃത്തി സാധാരണഗതിയിൽ ഇറാൻ ചെയ്യാറുണ്ട്. എന്നാൽ ഇറാൻ്റെ ശാസ്ത്രജ്ഞർക്ക് നേരെ പല ഘട്ടങ്ങളിലായിട്ട് ആക്രമണം നടത്തുകയും മരണപ്പെടുകയും ചെയ്തത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടായത്. അതുകൊണ്ട് ശേഷിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ അത് തൊട്ടടുത്ത ആളുകൾക്ക് ഇതിൻ്റെ സാങ്കേതിക സംവിധാനം പകർന്നു കൊടുത്ത് അവരെയും കൂടി ശാസ്ത്രജ്ഞരാക്കി മാറ്റി. അങ്ങനെ 31 പ്രവിശ്യയിൽ 10,000 ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. 1, 2, 3 അല്ലെങ്കിൽ 100, 200 ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തിയാൽ പോലും പിന്നീടും പുതിയത് ഉദയം ചെയ്തു വരാൻ പാകത്തിലുള്ള സംവിധാന കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇറാൻ. അതാർക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് ചുരുക്കം. അതാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംവിധാന കാര്യങ്ങൾ അവരുടെ കൈവശത്തിലുണ്ട്. അമേരിക്കയും ഇറാനും കരാറിൽ എത്തിയിട്ടില്ല എന്ന് ഇറാൻ സമ്മതിക്കുന്നു. അപ്പോൾ ഇതിനു മുൻപ് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു, കരാറിൽ എത്തിയിട്ടുണ്ട്, പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇറാൻ അംഗീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ അവർ പറഞ്ഞു വെച്ചു. എന്നാൽ ഇപ്പോൾ അത് പറയുന്നതിൻ്റെ രീതി വേറെയാണ്. ഇപ്പോൾ പറയുന്നത്, ഇറാൻ പറയുന്ന കാര്യം ഇതൊന്നും അംഗീകാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇറാൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താതെ ഹോർമുസിനെ ഒരു കപ്പലും കടത്തിവിടുകയില്ല എന്നുള്ളത് ഇറാൻ ആവർത്തിച്ചു. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം ഗൗരവത്തിൽ തങ്ങൾ എടുക്കുന്നുണ്ടോ സമാനമായ രീതിയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെയും ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങളുടെ ദേശത്തിൻ്റെ ഭാഗമാണ് എന്നതിനാൽ അവിടുത്തെ പ്രശ്നങ്ങൾ തീരാതെ ഒരിക്കലും ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കപ്പലിനെയും തങ്ങൾ കടത്തിവിടുകയില്ല. ശത്രുവിനെ കണ്ട് ആയുധം നിർമ്മിച്ച രാജ്യമാണ് ഇറാൻ. 90 ദിവസം ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് അത് പൂർത്തിയായെന്ന് വെച്ചാൽ 3 മാസമായി. അപ്പോൾ 2 തരത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ശത്രുവിനെ കണ്ട് ആയുധം നിർമ്മിക്കുന്നു ഇറാൻ. അമേരിക്കയാണെങ്കിൽ എല്ലാവരെയും കീഴടക്കാൻ വേണ്ടി സാധിക്കുമെന്ന് അഭിമാനം കൊണ്ട് അവരുടെ മറ്റുള്ള ശത്രുവിൻ്റെ ശക്തിയെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ചാടി വീണു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കാതെ ഗസയെ പോലെയോ ലെബനാനെ പോലെയോ ഈ മറ്റേതെങ്കിലും രാജ്യങ്ങളെ പോലെയൊക്കെ തന്നെയാണ്. അത് യമൻ്റെ പേര് പറയുന്നുണ്ട്. യമനിലെ ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട് നിസ്സാരമായ രീതി, വളരെ സിമ്പിളായ രീതിയിൽ കീഴടക്കാൻ പറ്റുന്ന വളരെ ചെറിയ രാജ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാനെ കണ്ടത്. അത് മണ്ടത്തരമായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ 3 നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് ഇറാനോട് പറഞ്ഞിരിക്കുന്നു. ഇറാൻ തിരിച്ചു പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ 3 നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പാലിക്കാൻ തയ്യാറാണ്. അതിൽ $12 ബില്യൺ നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആദ്യമായിട്ട് പറഞ്ഞത്. സാധാരണഗതിയിൽ ഇറാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹോർമുസ് കടലിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ആദ്യം പറയും $12 ബില്യൺ അത് ഞങ്ങൾക്ക് തരൂ, അത് ഘട്ടമായിട്ട് ഗഡുക്കളായിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗഡുക്കളായിട്ടല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ഒരുമിച്ച് വേണം. കാര്യം ഒരു ഗഡു തന്നാൽ പിന്നെ രണ്ടാമത്തെ ഗഡു കിട്ടണമെങ്കിൽ വീണ്ടും ഒരു യുദ്ധം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വീണ്ടും വിഷയത്തിൽ ഇടപെടേണ്ട. അല്ലാതെ സത്യസന്ധമായ രീതിയിൽ കരാർ വ്യവസ്ഥ പ്രകാരം അത് പാലിച്ചുകൊണ്ട് നൽകുന്ന വിഭാഗമല്ല എന്നതിനാൽ
തങ്ങളിത് ഒരേ സമയത്ത് നൽകുകയാണെങ്കിൽ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന് കൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്.